നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ 15ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ പൊട്ടൻഷ്യോമീറ്റർ ഈസ് യൂസ്ഡ് ടു കമ്പയർ ദി EMF ഓഫ് ടു സെൽസ്. എങ്ങനെയാണ് പൊട്ടൻഷ്യോമീറ്റർ രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സെല്ലിൻ്റെ EMF എങ്ങനെ കണ്ടുപിടിക്കാം, ഇതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതാണ്. എന്താണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ? ദാറ്റ് ഈസ്, ഇഫ് യു ആർ പാസിംഗ് സ്റ്റഡി കറൻറ്റ് ത്രൂ എ പൊട്ടൻഷ്യോമീറ്റർ വയർ, the PD, the potential difference between any 2 points of the wire is directly proportional to the length. ഓക്കെ, ആ കാര്യം ഓർമ്മയിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു സ്പെഷ്യൽ പർപ്പസിന്, അതായത് വെൻ വി യൂസ് ദ പൊട്ടൻഷ്യോമീറ്റർ ടു കമ്പയർ ദ EMF ഓഫ് ടു സെൽസ്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഡയഗ്രം നോക്കാം. ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ AB is the 10 meter long potentiometer wire. ഇനി അതിൽ പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിരുന്നു. ഇതാണ് പ്രൈമറി സർക്യൂട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബാറ്ററി E, റിയോസ്റ്റാറ്റ് RH, കീ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സ്റ്റഡി കോൺസ്റ്റൻറ്റ് കറൻറ്റ് പൊട്ടൻഷ്യോമീറ്ററിലൂടെ പാസ് ചെയ്യുക. ഇനി സെക്കൻഡറി സർക്യൂട്ടാണ്. പൊട്ടൻഷ്യോമീറ്റർ ഏത് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡറി സർക്യൂട്ട് ക്രമീകരിക്കുക. Okay, so what all components are there in the secondary circuit, it will be decided by the purpose, for what purpose we are using the potentiometer for. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, it is used to compare the EMF of two cells. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡറി സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ട് നോക്കൂ. You have two cells, E1 and E2, a galvanometer G and a jockey J. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി സർക്യൂട്ടിലുള്ളത്. അപ്പോൾ E1 E2 രണ്ട് പ്രൈമറി സെൽസാണ്. ദ EMF ആർ ടു ബി കമ്പയർഡ്. E1 by E2 കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ യു ആർ ഫൈൻഡിങ് ഔട്ട് ദ റേഷ്യോ. E1 by E2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ യു ഹാവ് ഗാൽവനോമീറ്റർ, ജോക്കി. ഓക്കെ, ജോക്കി ഇസ് ദ സ്ലൈഡിങ് കോണ്ടാക്ട്. ഇനി പ്രാക്ടിക്കലി നമ്മൾ ലാബിൽ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസും കൂടി ഗാൽവനോമീറ്ററിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ യു ഹാവ് എ പ്രൈമറി സർക്യൂട്ട് ടു സെൻഡ് സ്റ്റഡി കറന്റ് ത്രൂ ദ പൊട്ടൻഷ്യോമീറ്റർ വയർ, ആൻഡ് യു ഹാവ് എ സെക്കൻഡറി സർക്യൂട്ട് വേർ യു ഹാവ് ടു സെൽസ് ഹൂസ് EMFs ആർ ടു ബി കമ്പയർഡ്, എ ഗാൽവനോമീറ്റർ ആൻഡ് എ ജോക്കി. അപ്പോൾ നിങ്ങൾക്ക് നോട്ടും കൂടി എഴുതാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ ഉള്ളത്. അപ്പോൾ എൻ്റെ നോട്ടിൻ്റെ ഭാഗത്തേക്ക് നോക്കാം. So primary circuit consists of battery E, rheostat RH, key K. This part of the circuit is used to send steady current through the potentiometer wire. Secondary circuit consists of two primary cells E1 and E2, whose EMFs are to be compared, galvanometer G, jockey J, and in the practical circuit consists of a high resistance also. ഇതിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. എന്താണ് നമ്മൾ പ്രൈമറി സർക്യൂട്ടിൽ ബാറ്ററി എന്നാണ് യൂസ് ചെയ്തത്, സെക്കൻഡറി സർക്യൂട്ടിൽ സെല്ലാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പ്രൈമറി സർക്യൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന EMF ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ EMF ഇൻ ദ സെക്കൻഡറി സർക്യൂട്ട്. സെക്കൻഡറി സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെല്ലിൻ്റെ EMFനേക്കാൾ കൂടുതൽ EMF നമ്മൾ പ്രൈമറി സർക്യൂട്ടിൽ കൊടുക്കേണ്ടതുണ്ട്. കാരണം പ്രൈമറി സർക്യൂട്ടിൽ നിന്നാണ് പൊട്ടൻഷ്യോമീറ്റർ വയറിലേക്കുള്ള കറൻറ്റ് ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി സർക്യൂട്ടിലെ EMF ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ. നമ്മൾ പ്രാക്ടിക്കൽ ലാബിലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പ്രൈമറി സർക്യൂട്ടിലെ EMF സെക്കൻഡറി സർക്യൂട്ടിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുമെന്നുള്ളത്, എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ റേഷ്യോ അല്ലെങ്കിൽ EMF കമ്പയർ ചെയ്യാൻ നോക്കാം. അതിനായി സർക്യൂട്ട് ഡയഗ്രം നമുക്ക് ഒന്നുകൂടി കാണാം. രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാനുള്ള സർക്യൂട്ട് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട്. ഇതിൽ പ്രൈമറി സർക്യൂട്ടിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡറി സർക്യൂട്ടിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ രണ്ട് സെല്ലുകൾ E1 E2, ഈ സെല്ലുകളുടെ EMF ആണ് കമ്പയർ ചെയ്യേണ്ടത്. ഗാൽവനോമീറ്റർ, ജോക്കി.
എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിത് ചെയ്യുന്നത് യൂസിങ് പ്രൈമറി സർക്യൂട്ട് വി ആർ സെൻഡിങ് സ്റ്റഡി കറൻറ്റ് ത്രൂ ദ പൊട്ടൻഷ്യോമീറ്റർ വയർ. ആ സർക്യൂട്ട് ഒന്ന് ശ്രദ്ധിക്കാം. സി എ എന്നുള്ള പോയിന്റിൽ 3 സെല്ലുകളുടെ പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എപ്പോഴും പ്രാക്ടിക്കൽ ലാബിൽ തെറ്റ് വരുത്തുന്ന ഒരു കാര്യമാണിത്. ഈ 3 സെല്ലുകളുടെയും പോസിറ്റീവ് എയിൽ തന്നെയാണ് വരേണ്ടത്. അത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് എ 2-way കീ. ഓക്കെ, 2-way കീ എന്ന് വെച്ചാൽ 2 പ്ലഗ്സ് ഉള്ള 2 കീ ഒരുമിച്ചുള്ള ഒരു പാറ്റസാണത്. ഈ 2-way കീയിൽ നമ്മൾ ആദ്യം ചെയ്യാം, സപ്പോസ് ഈ കീ ക്ലോസ് ചെയ്തു വിചാരിക്കുക. ഓക്കെ, ഈ കീ ക്ലോസ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ പ്ലഗ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സെൽ E1 ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ സർക്യൂട്ടിൽ E2 വരുന്നില്ല, E1 മാത്രമാണ് സർക്യൂട്ടിൽ ഉണ്ടാവുക. ഈ E1 ഇൻക്ലൂഡ് ചെയ്ത് വിൽ മൂവ് ദിസ് ജോക്കി എലോങ് ദി വയർ. ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ നമ്മൾ സ്ലൈഡ് ചെയ്യും. അങ്ങനെ സ്ലൈഡ് ചെയ്ത് വിൽ ഫൈൻഡ് ഔട്ട് ദ സീറോ ഡിഫ്ലക്ഷൻ. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ സീറോ ഡിഫ്ലക്ഷൻ. സപ്പോസ് J1 ഇസ് ദ നൾ പോയിൻറ്റ്. അതായത് ജോക്കി J1 വെക്കുമ്പോഴാണെന്ന് വിചാരിക്കും നമുക്ക് ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നെങ്കിൽ ദാറ്റ് മീൻസ് കറൻറ്റ് ത്രൂ ദ ഗാൽവനോമീറ്റർ സീറോ, അല്ലെങ്കിൽ the potential drop across length AJ1 it is balanced by EMF E1 അല്ലേ. അതായത് ഗാൽവനോമീറ്ററിൻ്റെ 2 പോയിൻറ്റ്സിൻ്റെ ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പോയിന്റിൽ, ഗാൽവനോമീറ്ററിൻ്റെ ഈ പോയിന്റിൽ EMF E1 ആണ് ആക്ട് ചെയ്യുന്നത്. ഗാൽവനോമീറ്റർ 2ാമത്തെ ടെർമിനൽ പൊട്ടൻഷ്യോമീറ്റർ വയറുമായിട്ട് കോണ്ടാക്റ്റിലാണുള്ളത്. അവിടെയുള്ള PD എന്ന് പറയുന്നത് ഇത്രയും ലെങ്തിലുള്ള PD ആണ്. Okay, so at J1 if galvanometer shows zero deflection, we can understand that the EMF E1 is balanced by the potential difference across length L1. Okay, അപ്പോൾ നമുക്ക് എന്തെഴുതാം? E1 proportional to L1 എന്നെഴുതാം. ക്ലിയർ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ നോട്ട് ഡിസ്റ്റർബിങ് ദ പ്രൈമറി സർക്യൂട്ട്. പ്രൈമറി സർക്യൂട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഒരു സ്റ്റഡി കറൻറ്റ്, അതേ സ്റ്റഡി കറൻറ്റ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ചെയ്യുക, E2 ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്യൂട്ട്. അതായത് ഈ കീ ആയിരുന്നു ആദ്യം ക്ലോസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കീ ഓപ്പൺ ചെയ്തിട്ട് ഈ കീ ആണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അതായത് E2 സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ പോകുന്നു. അപ്പോൾ E2 സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നു, E1 സർക്യൂട്ടിൽ നിന്ന് ഒഴിവാക്കുന്നു. Again we are finding out the balancing length. അതിന് നമ്മൾ എന്ത് ചെയ്യും? ജോക്കി അഗെയിൻ ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യും. സ്ലൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ 10 മീറ്റർ നീളമുണ്ടെന്ന് ഓർമ്മിക്കണം. അപ്പോൾ അത്രയും നമ്മൾ കുറച്ച് ഇത് ഞാനിപ്പോൾ ഫിഗറിൽ ഈ ഒറ്റ വയറിൽ തന്നെ കാണിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ കിട്ടണമെന്നില്ല. ഈ 10 മീറ്റർ നീളത്തിലുള്ള വയറിൽ എവിടെ വേണമെങ്കിലും ആവാം, J1 എന്ന പോയിൻറ്റും J2 എന്ന പോയിൻറ്റും. അപ്പോൾ ഈ J2 റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? J2 represents the null point when cell E2 is included in the circuit. E2 എന്ന സെല്ല് സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നൾ പോയിൻ്റാണ് ഇവിടെ J2 റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് AJ2 ഈക്വൽ L2 ഇതാണെന്ന് വിചാരിക്കുക, ലെങ്ത് L2. ഓക്കെ, അപ്പോൾ E1 വെച്ചു, E1 സർക്യൂട്ട് ഇൻക്ലൂഡ് ചെയ്തു, jockey is slided, we get the balancing length L1. Then what we do is E1 is excluded from the circuit and E2 is included using a 2-way key. Again we slide the jockey over the potentiometer wire. We get the null point at another point J2. ഓക്കെ, E2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൾ പോയിൻ്റ് ആണ്, അല്ലെങ്കിൽ ബാലൻസിങ് പോയിൻ്റ് ആണ് J2. സോ ദാറ്റ് ഈസ് ദ ന്യൂ ബാലൻസിങ് ലെങ്ത് L2. സോ യു ഗെറ്റ് AJ1 ദ ബാലൻസിങ് ലെങ്ത് ഫോർ E1, that is L1, and AJ2 the balancing length for E2, that is L2. So L1 L2 രണ്ട് ബാലൻസിങ് ലെങ്ത് ആണ്, AJ1 and AJ2. അപ്പോൾ we can write E1 proportional to L1, similarly E2 proportional to L2.
ഓക്കെ, E1 പ്രൊപ്പോർഷണൽ ടു L1, E2 പ്രൊപ്പോർഷണൽ ടു L2. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ E1/E2. ഓക്കെ, ഇനി പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ ഒറ്റ ഒരു സെറ്റ് റീഡിംഗ് കൊണ്ട് മാത്രം നമുക്കത് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടണമെന്നില്ല. Then what we do is we'll change the steady current in the primary circuit. Primary circuit ഓടുള്ള steady current ചേഞ്ച് ചെയ്തതിന് ശേഷം ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുക. So a particular steady current is sent through the primary circuit. Balancing length L1 is obtained for E1. Balancing length L2 is obtained for E2. പിന്നെ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ കറണ്ട് ചേഞ്ച് ചെയ്യും. E1ലുള്ള ബാലൻസിങ് ലെങ്ത്തും E2ലുള്ള ബാലൻസിങ് ലെങ്ത്തും കണ്ടുപിടിക്കും. അങ്ങനെ ഒരു 5-6 സെറ്റ് ഒബ്സർവേഷൻസ് എടുത്തതിന് ശേഷമാണ് വിൽ ഫൈൻഡ് ഔട്ട് ദി മീൻ വാല്യൂ E1/E2 ഓർ L1/L2. ഈ രീതിയിലാണ് നമ്മൾ പ്രാക്ടിക്കലിൽ ഇത് ചെയ്യുക. പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ തിയറിയിലും ന്യൂമറിക്കൽ പ്രോബ്ലം ആയാലും എല്ലാം പല രീതിയിലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പൊട്ടൻഷ്യോമീറ്റർ. വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സർക്യൂട്ട് ഡയഗ്രാം വരച്ച് പഠിക്കുക. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ അറിയണം, അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ നമുക്കതിൻ്റെ തിയറിയിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ ഇക്വേഷൻ E1/E2 എന്താണ് ഇക്വേഷൻ നോക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സെല്ലിൻ്റെ EMF കമ്പയർ ചെയ്യുക. അതിൽ നിന്ന് ഒരു സെല്ലിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സെല്ലിൻ്റെ EMF എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് പരിശോധിക്കാം. മറ്റൊരു കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടത് E1, E2 രണ്ടും പ്രൈമറി സെൽസാണ്. ഓക്കെ, നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന EMF കമ്പയർ ചെയ്യുന്ന രണ്ട് സെൽസും ദേ ആർ പ്രൈമറി സെൽസ്. പ്രൈമറി സെൽസ് എന്താണെന്നറിയാലോ? പ്രൈമറി സെൽസ് ആർ സെൽസ് വിച്ച് കനോട്ട് ബി റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത സെല്ലുകളെയാണ് നമ്മൾ പ്രൈമറി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി സെൽസ് ആർ സെൽസ് വിച്ച് ക്യാൻ ബി റീചാർജ്. നമ്മളിപ്പോൾ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സെല്ലുകളുണ്ടല്ലോ, അത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകളാണ്. അങ്ങനെയുള്ള സെല്ലുകളെ സെക്കൻഡറി സെൽസ് എന്ന് പറയും. റീചാർജ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സെല്ലുകളെയാണ് പ്രൈമറി സെൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു എങ്ങനെയാണ് സെൽ E1 ഇൻക്ലൂഡ് ചെയ്തപ്പോൾ L1 എന്നുള്ള ബാലൻസിങ് ലെങ്ത് കിട്ടി. സെൽ E2 ഇൻക്ലൂഡ് ചെയ്തപ്പോൾ L2 എന്നുള്ള ബാലൻസിങ് ലെങ്ത് കിട്ടി. സോ വി ക്യാൻ റൈറ്റ് E1 പ്രൊപ്പോർഷണൽ ടു L1, സിമിലർലി E2 പ്രൊപ്പോർഷണൽ ടു L2, ഓർ E1/E2 ഈക്വൽ ടു L1/L2. E1/E2 എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് EMF അല്ല. E1/E2 ഈക്വൽ ടു L1/L2 റേഷ്യോ ഓഫ് ബാലൻസിങ് ലെങ്ത്. അപ്പോൾ E1 പ്രൊപ്പോർഷണൽ ടു L1, E2 പ്രൊപ്പോർഷണൽ ടു L2, ഓർ E1/E2 ഈക്വൽ ടു L1/L2. അപ്പോൾ ഈ രീതിയിൽ രണ്ട് സെല്ലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ബാലൻസിങ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു റേഷ്യോ ഓഫ് EMF. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ ലാബിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ യൂസിങ് ദ റിയോസ്റ്റാറ്റ് വി സെൻഡ് ഡിഫറെൻറ്റ് സ്റ്റഡി കറൻസ്. ലാബിൽ നമുക്ക് ഒറ്റൊരു സെറ്റ് റീഡിങ് മാത്രം പോരാ, ഒന്നിൽ കൂടുതൽ ഒബ്സർവേഷൻസ് 5 or 6 സെറ്റ്സ് ഓഫ് ഒബ്സർവേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടെത്തുക. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫറെൻറ്റ് കറൻസ് ആർ പാസ് ടു ദ പൊട്ടൻഷ്യോമീറ്റർ ആൻഡ് ദ എക്സ്പെരിമെൻറ്റ് ഇസ് റിപ്പീറ്റഡ്. സോ യു വിൽ ഗെറ്റ് ദ മീൻ വാല്യൂ E1/E2. അപ്പോൾ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ now you can find out the EMF of one cell. Suppose you are given E2. രണ്ടാമത്തെ സെല്ലിൻ്റെ EMF തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ടാമത്തെ സെല്ലിൻ്റെ EMF നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ E1 നമുക്ക് കണ്ടുപിടിക്കാം. സോ E1 ഈക്വൽ ടു E2 ഇൻറ്റു L1/L2. റൈറ്റ്, E1 ഈക്വൽ ടു E2 ഇൻറ്റു L1/L2. അപ്പോൾ രണ്ട് സെല്ലുകൾ തന്നാൽ അതിൻ്റെ റേഷ്യോ കണ്ടെത്താം. ഇനി അതിലൊരു സെല്ലിൻ്റെ EMF തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സെല്ലിൻ്റെ EMF നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാം.
നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എന്താണ് ഈ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്? ഡു യു ഹാവ് എനി അഡ്വാൻറ്റേജ്? ഇപ്പോൾ ഒരു EMF, ഒരു സെല്ലിൻ്റെ EMF മെഷർ ചെയ്യാൻ വി ജസ്റ്റ് ഹാവ് ടു യൂസ് എ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഒരു വോൾട്ട് മീറ്റർ. ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് EMF മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ട് ഇലക്ട്രോഡ്സിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ EMF. അത് നമുക്കൊരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം. പക്ഷേ ഇത്ര നീളമുള്ള 10 മീറ്റർ നീളമുള്ള വയറുള്ള ഒരു അപ്പാറ്റസ് ഒക്കെ ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ സർക്യൂട്ടൊക്കെ ചെയ്ത് പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവണമല്ലോ. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? ഓക്കെ, വൈ ഡു വി പ്രിഫർ എ പൊട്ടൻഷ്യോമീറ്റർ ടു എ വോൾട്ട് മീറ്റർ? വിൽ ഫൈൻഡ് ഔട്ട്. സി, for that we'll first consider sensitiveness of a potentiometer. എന്താണ് sensitiveness? It is its ability to measure small potential differences accurately. ഒരു ഡിവൈസിൻ്റെ സെൻസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോലും മെഷർ ചെയ്യാനുള്ള ആക്യുറസിയാണ്. ഓക്കെ, എത്രയും ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാമോ അത്രയും ആക്യുറേറ്റ് ആണ് ഡിവൈസ് എന്ന് പറയാം. സപ്പോസ് എ ഡിവൈസ് ക്യാൻ മെഷർ 1 millivolt. You can have another device which can measure values up to 1 microvolt. 1 millivolt മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കാം, 1 microvolt മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിലേതായിരിക്കും കൂടുതൽ സെൻസിറ്റീവ്? അതായത് ഏറ്റവും ചെറിയ വാല്യൂ പോലും കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നത് അതാണ് കൂടുതൽ സെൻസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലേ? അപ്പോൾ 1 microvolt മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ അതായിരിക്കും മോർ സെൻസിറ്റീവ്. ഓക്കെ, അപ്പോൾ അതാണ് സെൻസിറ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രമാത്രം ചെറിയ PDs മെഷർ ചെയ്യാൻ പറ്റുമോ അത്രയും സെൻസിറ്റീവാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയാം. ഇനി ദിസ് പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത്. അപ്പോൾ സെൻസിറ്റീവ്നെസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ PD പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി വയർ, അല്ലേ? പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ 2 പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത്. അപ്പോൾ ഈ ലെങ്തിൽ ഇപ്പോൾ നമുക്ക് 10 മീറ്റർ ലോങ് ആയിട്ടുള്ള വയറിലുള്ളത്, അപ്പോൾ ഈ 10 മീറ്റർ വയറിൽ 1 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 volt ആണെന്ന് വിചാരിക്കും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ 10 മീറ്ററിൽ ലോങ് വയറിൽ നമ്മുടെ ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 1 volt ആണ്. റൈറ്റ്, മനസ്സിലാകുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് നമ്മൾ പറഞ്ഞു മുമ്പ്. അപ്പോൾ ഈ ലെങ്ത്തിൽ ഒരു 1 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു പൊട്ടൻഷ്യോമീറ്ററിൽ 1 volt ആണെന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ 1 volt ആണ്. സപ്പോസ് യു ഹാവ് അനദർ പൊട്ടൻഷ്യോമീറ്റർ, അവിടെ നമുക്ക് 1 സെൻറ്റിമീറ്ററിൽ കിട്ടുന്ന ഏറ്റവും വാല്യൂ ഇത് മീൻസ് PD 1 millivolt ആണെന്ന് വിചാരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? ആ പൊട്ടൻഷ്യോമീറ്ററിൽ 1 സെൻറ്റിമീറ്റർ നീളമുള്ള പൊട്ടൻഷ്യോമീറ്റർ വയർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 millivolt അത്രയും ചെറുത് വരെ മെഷർ ചെയ്യാം, അല്ലേ? അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് കൂടുതൽ ആക്യുറേറ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. 1 volt എന്ന് പറയുന്നത് 1 millivolt എന്ന് പറയുന്നത് 1 voltൻ്റെ 1000-1 അപ്പോൾ ആദ്യം പറഞ്ഞതിനേക്കാൾ 1000-1 അത്രയും ചെറിയ വാല്യൂ വരെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ മീറ്റർ ഇസ് മോർ സെൻസിറ്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ PD പെർ യൂണിറ്റ് ലെങ്ത് ദാറ്റ് ഇസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. Potential drop per unit length of the potentiometer wire is known as potential gradient. അപ്പോൾ പറയൂ, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കൂടുന്നതാണോ കുറയുന്നതാണോ ഒരു പൊട്ടൻഷ്യോമീറ്ററിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായിരിക്കുന്നത്? എങ്ങനെയായിരിക്കും? ആസ് സ്മോൾ ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഈസ് ഹയർ വിൽ ബി ദ സെൻസിറ്റിവിറ്റി, അല്ലേ? ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എത്രയും കുറയുന്നോ അത്രയും ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുതലാണെന്ന് പറയാം. ഓക്കെ, സോ സ്മോളർ ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഹയർ വിൽ ബി ദ സെൻസിറ്റിവിറ്റി. ഏറ്റവും പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കുറഞ്ഞാൽ അത്രയും നല്ലതാണ്, അത്രയും സെൻസിറ്റീവാണ് എന്ന് പറയാം. അപ്പോൾ അത് തന്നെയാണ് ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ സെൻസിറ്റീവ്നെസ്, പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സെൻസിറ്റീവ്നെസ് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് യു ക്യാൻ ഹാവ് പൊട്ടൻഷ്യോമീറ്റർ ഓഫ്
വേരിയസ് സെൻസിറ്റീവ്നെസ്, ലാർജ് ക്വാളിറ്റി ഓർ ഹൈ ആക്യുറസി പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ ഉപയോഗിക്കുന്ന വയറിൻ്റെ ഡയമെൻഷൻസിലുള്ള വ്യത്യാസം നമുക്കതിന് ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊന്ന്, അപ്പോൾ ഒരു കാര്യം അതാണ് വൈ പൊട്ടൻഷ്യോമീറ്റർ ഇസ് പ്രിഫേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഇതാണ്, ഇറ്റ് ഹാസ് ഗോട്ട് ഹയർ സെൻസിറ്റിവിറ്റി. സെക്കൻഡ് പോയിന്റ് ഈസ് വി യൂസ് നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ്. നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നൾ പോയിന്റ്, നമ്മൾ നൾ പോയിന്റ് കണ്ടുപിടിക്കുന്നു. സീറോ ഡിഫ്ലക്ഷൻ നമ്മൾ ബാലൻസിങ് പോയിന്റ് കണ്ടെത്തുന്നത്. അപ്പോൾ നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നോ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ദി സെൽ. നോ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ദി സെൽ. അപ്പോൾ നമ്മൾ ഏത് സെല്ലിൻ്റെ EMF ആണോ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സെല്ലിൽ നിന്ന് കറണ്ടൊന്നും എടുക്കുന്നില്ല. അതാണ് നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ഇസ് പ്രിഫേർഡ്. അപ്പോൾ ആ സെല്ലിൽ നിന്ന് കറണ്ടൊന്നും എടുക്കാത്തത് കൊണ്ട് നമുക്ക് EMF തന്നെയാണ് കിട്ടുക. കറണ്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കിട്ടുക. നമ്മൾ EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു സെല്ലിൽ നിന്ന് കറണ്ട് ഡ്രോ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പൊട്ടൻഷ്യൽ ഡ്രോപ്പാണ്. അപ്പോൾ അത് ചെയ്യാതെ നമ്മളിവിടെ സെക്കൻഡറി സർക്യൂട്ടിലുള്ള സെല്ലിൽ നിന്ന് കറണ്ട് ഡ്രോ ചെയ്യാതെയാണ് നമ്മൾ ഇവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ദ സെൽ, സോ ദിസ് മെത്തേഡ് ഇസ് പ്രിഫേർഡ്. അപ്പോൾ വൈ ദ പൊട്ടൻഷ്യോമീറ്റർ ഇസ് പ്രിഫേർഡ് ടു വോൾട്ട് മീറ്റർ, അതിനൊരു ആൻസറാണിത്. we use null deflection method or no current is drawn from the cell while doing the experiment. So the potentiometer method is preferred to other methods for determination of EMF of a cell. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണിത്. പ്രാക്ടിക്കൽ വൈസും തിയറി എക്സാമിനും ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.